ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരേക്കുന്ന എല്ലാവർക്കും വരേക്കുന്ന യേശു ക്രിസ്തുനാമത്തിൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചോളുന്നു. ഇന്ന് പകൽക്കാലം എന്ത് പറയണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ പഠിപ്പിച്ചൊരു വചനമാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:6. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:6 ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നും അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ആമേൻ. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഈ വചനം തരുന്നപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ട പോലെ കേൾക്കുന്ന ഓരോരുത്തർക്കും പ്രയോജനപ്പെടും. എന്നോട് സംസാരിച്ച ദൈവമേ, കേൾക്കുന്ന ജനത്തോടും സംസാരിക്കും. പ്രാർത്ഥനയുടെ സുരക്ഷ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കാരണം ഇതെനിക്ക് പ്രയോജനപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. വചനം ഇവിടെ ദൈവം ആ വ്യക്തി നോക്കിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, യോഹന്നാൻ സുവിശേഷം 5:6 നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആമേൻ, ഈ യൂട്യൂബിൽ കൂടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാനൊരു ചോദ്യം വയ്ക്കുകയാണ്. ആമേൻ. ഇന്ന് ദൈവം നിന്നോട് വന്നിട്ട് ആമേൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ആമേൻ, നിനക്ക് ആമേൻ മനസ്സുണ്ടോ? എന്തിന്? ആമേൻ, സൗഖ്യമാകാൻ. രോഗത്തു നിന്നാണോ? അല്ലേ? ആമേൻ, പാപത്തിൽ നിന്നാണോ? അല്ലേ? ആമേൻ, ചില സ്വഭാവത്തിൽ നിന്നാണോ? ആമേൻ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഏതോ ഒരു കാര്യത്തിൽ നിന്നും ആമേൻ മാറുവാൻ അല്ലെങ്കിൽ സൗഖ്യമാവാൻ ദൈവം ഇന്ന് നിന്നോട് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ആൾക്കാർ നമുക്ക് ഈ വചനം കുറച്ച് നേരം നോക്കാം. ഈ വചനം എവിടെയാണ് സംഭവിക്കുന്നതെന്നും എന്താണ് ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് മുഖവര പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കണമേ, ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ കാണപ്പെടുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവിടെ 5 ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് യെരുശലേമിൽ ആമേൻ ആട്ടുവാതക്കൽ എന്ന ഒരു സ്ഥലത്ത് ആമേൻ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ പേര് ബെഥസ്ത എന്നായിരുന്നു. ആ കുളത്തിൽ നടക്കുന്ന ഒരു സംഭവം ആണ് ആമേൻ ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ കുളത്തിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കുളത്തിന് ചുറ്റുപാടും കുറേ ആൾക്കാർ പാർത്തിരുന്നു. നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ആ ചുറ്റുമുള്ള ആൾക്കാർ പല പല രോഗത്തിൽ പിടിക്കപ്പെട്ടവരാണ്. അവിടെ എഴുതിയിരിക്കുന്നു വ്യാധികളുള്ളവർ, കുരുടന്മാർ, മുടന്തർ, ക്ഷയരോഗികൾ. അപ്പോൾ ഈ നമ്മളിന്ന് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും പോയി കാണാൻ പറ്റും. അവിടെ രോഗത്താൽ കിടക്കുന്നവരാണ് അല്ലേ? ഹോസ്പിറ്റലിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന അങ്ങനെയല്ല. നമ്മളെല്ലാ ഹോസ്പിറ്റലിലും പോകുമ്പോൾ രോഗികളെ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു രോഗമില്ലാത്തവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പം ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവും? ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നൊക്കെ രോഗികളാണ്, അല്ലെങ്കിൽ രോഗം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വന്നവർ, എന്തോ രോഗത്തിൻ്റെ ഒരു ആവശ്യത ഉള്ളത് കൊണ്ട് അവർ ആ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട്. മറിച്ച് ഇപ്പോൾ നമ്മളൊരു കല്യാണ പന്തൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഇവിടെ ഉള്ളവരെല്ലാവരും രോഗികളാണെന്ന് പറയും? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തിനും ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഓരോ പ്രത്യേകത തോന്നാറില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഈ ബെഥസ്ത ഇത് എബ്രേ ഭാഷയാണ് ബെഥസ്ത എന്ന് വിളിച്ചത്. ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലുള്ള ആരോടും ബെഥസ്ത കുളത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനൊരു കാര്യമുണ്ടായിരുന്നു. ബെഥസ്ത കുളത്തിന് ചുറ്റുമുള്ള ആൾക്കാർ ആമേ രോഗം പിടിച്ചവർ, വ്യാധി പിടിച്ചവർ, ആമേ കുഷ്ഠരോഗികൾ, മുടന്തർ, കണ്ണു കാണാത്തവർ, ഇങ്ങനത്തെ കുറേ കൂട്ടം ആൾക്കാർ ആമേ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബെഥസ്ത, ഈ കുളത്തിനരികിൽ. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കുളത്തിൽ എന്താണ് ആമേൻ ആൾക്കാർ ഇങ്ങനെ തിങ്ങിപ്പാർക്കണം? കാരണം ഒരു ഹോസ്പിറ്റലിൽ എന്തിനാണ് ആൾക്കാർ പോയി അഡ്മിറ്റ് ആവുന്നത്? രോഗം സൗഖ്യമാവാൻ അല്ലേ? ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി, അവരുടെ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ, ഇരിക്കുന്ന രോഗം മാറാൻ, അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ബെഥസ്ത കുളത്തിന് ഒരു ദൂതൻ ഇറങ്ങി വരികയും ഈ കുളം കലക്കുന്ന സമയത്ത് ആദ്യം ഈ കുളത്തിൽ ചെന്നിറങ്ങുന്നവന് സൗഖ്യമാവുമായിരുന്നു. അങ്ങ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ കുളത്തിന് ചുറ്റും ഒരുപാട് ആൾക്കാർ രോഗം ബാധിച്ച ഒരുപാട് ആൾക്കാർ കുളത്തിൻ്റെ അരികിലുണ്ടായിരുന്നു. ഈ സ്ഥലത്താണ് എൻ്റെ യേശു ചെല്ലുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ സ്ഥലത്ത് ദൈവത്തിന് ചെല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഈ സ്ഥലത്ത് ഓൾറെഡി നന്മ അല്ലെങ്കിൽ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ലേ? പക്ഷേ ഈ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ദൈവം ചെന്നത്? ഞാൻ ചിന്തിച്ചു. കാരണം ദൈവം
ദൈവത്തിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദൈവം പല സ്ഥലങ്ങളിൽ പോയി പല ആൾക്കാരെയും കാണുന്നു, സൗഖ്യമാക്കുന്നു. ഇതിന് മുമ്പിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ മരിച്ചവരെ എണീപ്പിക്കുകയും സൗഖ്യമാക്കുകയും വിടുതൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് ദൈവം പോയെന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെ ആമേൻ ഒരു വ്യക്തിയെ നോക്കിയ ദൈവം പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് എൻ്റെ യേശു ആമേൻ ലോകത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലും ആമേൻ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നവരെ അടുത്തോട്ട് സ്പെസിഫൈ ചെയ്ത് എൻ്റെ ദൈവം വന്നിരിക്കുന്നു. ആമേൻ. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയാവോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം കേൾക്കുന്നില്ലേ? അപ്പോൾ കേൾക്കുന്നവർക്കല്ലേ ആമേൻ ഈ വചനം പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നല്ല, വന്നിട്ടുണ്ട്. എൻ്റെ യേശു ആമേൻ അവനോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാനിത് തീരുമ്പോൾ ഞാൻ നിങ്ങളോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, അവിടെ വന്നപ്പോൾ ആമേൻ വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 5:6 ഇങ്ങനെ പറയുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അപ്പോൾ അവിടെ പറയുന്നു 38 വർഷമായി ഒരു വ്യക്തി അവിടെ കിടക്കുന്നുണ്ട്. യേശു നടന്നു പോയപ്പോൾ യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ഞാൻ ആ രംഗം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, എല്ലാവരും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോൾ യേശുവിൻ്റെ ആമേൻ നോട്ടം ഒരു വ്യക്തിയുടെ മേൽ പതിച്ചു. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് സകല ഭൂവാസികളെ നോക്കി കാണുന്നുണ്ട്. നീ വിചാരിക്കും എന്നെ ദൈവം നോക്കുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ കൈവെടിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ വചനം ഇവിടെ പറയുന്നത് യേശു അവനെ നോക്കി എന്ന്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനമേ, മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം എൻ്റെ യേശു നിന്നെ നോക്കുന്നു. ഹല്ലേലൂയ. അവനെ ലോകം ശ്രദ്ധിച്ചില്ലെങ്കിലും എൻ്റെ യേശു അവനെ നോക്കി. ഒരു നിമിഷം യേശു അവനെ നോക്കിയപ്പോൾ ആമേൻ അവനെക്കുറിച്ചുള്ള സാക്ഷി ചുറ്റും പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് അവൻ പറയുന്നത് മുമ്പ് ആമേൻ യേശുവിനൊരു കാര്യം അവിടെ മനസ്സിലായി. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. അവനെ എങ്ങനെയാണ് അത് അറിഞ്ഞത്? ഒന്ന് പിതാവ് അവനോട് പറഞ്ഞു, ആമേൻ. രണ്ടത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ആമേൻ മിണ്ടാതിരിക്കുമോ? ഒരിക്കലും നമ്മളിപ്പം കൂടെ 2 ഫ്രണ്ട്സ് നടന്നു പോകുന്നു എന്ന് വിചാരിച്ചു. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം നോക്കുമ്പം ഉടനെ അവൻ അതിനെക്കുറിച്ചൊരു കഥ പറയാൻ തുടങ്ങും. ആ വീട് ശരിയില്ലടാ, ആ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ആ വീട്ടിൽ ഇന്നൊരു വ്യക്തി ഭയങ്കര പ്രശ്നമാണ് പറയാറില്ലേ? അപ്പോൾ ഇതുപോലെയാണ് യേശുവിൻ്റെ അന്ന് കൂടെ നടന്ന ആൾക്കാർ ആമേൻ അവിടെ സാക്ഷി പറയുന്നുണ്ട്, 38 വർഷമായി അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ 38 വർഷമായി ഒരു പ്രത്യാശയോടെ, ഒരു പ്രതീക്ഷയോടെ ആമേൻ ഇന്നെനിക്ക് സൗഖ്യം വരില്ലേ, നാളെ എനിക്ക് സൗഖ്യം വരില്ലേ, ആമേൻ എനിക്ക് സൗഖ്യം കിട്ടും എന്നൊരു പ്രത്യാശയുമായി, ഒരു പ്രതീക്ഷയുമായി ഒരു വ്യക്തി കിടക്കുന്നത് എൻ്റെ യേശു കണ്ടു. ഹല്ലേലൂയ. അനേകം പേരുണ്ടായിട്ടും ആമേൻ ഇവൻ്റെ മേൽ എൻ്റെ യേശുവിൻ്റെ നോട്ടം പോയതെന്തെന്നറിയാവോ? ആമേൻ അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു നാളിൽ എനിക്ക് വിടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്കൊരു വിടുതൽ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണമേ, ആമേൻ യേശു അവനെ നോക്കിയപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞു, 38 വർഷമായി അവൻ ഇവിടെ തന്നെ കിടക്കുന്നു. ആമേൻ. ഒരു മാറ്റവുമില്ല, ഇവൻ്റെ അവസ്ഥയ്ക്ക് ഇതുവരെയ്ക്കും ഒരു മാറ്റം വന്നിട്ടില്ല. 38 വർഷം കൊണ്ട് ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞാൻ അവനെ ചിന്തിച്ചു, ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു. ആമേൻ 38 വർഷമായി താനൊരു പ്രതീക്ഷയോടെ കിടക്കുന്നു. ആമേൻ. നമ്മളൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ആമേൻ ചില ദിവസങ്ങൾ അത് നടക്കാതാവുമ്പോൾ ആമേൻ നമ്മൾ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോകും. ഞാനിത് പറയുന്നത് ദൈവത്തിനെ അറിഞ്ഞു വന്നവരെ കാര്യം. ആമേൻ. എന്നാൽ 38 വർഷമായി ഒരു പ്രതീക്ഷയോടെ ആമേൻ എനിക്ക് വിടുതൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നില്ലേ? ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, കാത്തിരിക്കുവാൻ നീ തയ്യാറാണോ? ഇന്ന് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആമേൻ. ഇവിടെ ആമേൻ യേശു അവനെ നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് ചോദിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. രോഗമാകാം, ചില പാവ സ്വഭാവങ്ങളാവാം, ചില അഴുക്ക കൂട്ടുകെട്ടുകളാവാം. ചിലർ പറയും എനിക്ക് ഈ മദ്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുന്നില്ല, ചിലർ പറയും എനിക്ക് ഈ കുടിയിൽ നിന്നും പുറത്തു വരുവാൻ പറ്റുന്നില്ല, ഞാൻ വലിക്കുന്നവനാണ്, സിഗരറ്റ് വലിക്കുന്നവൻ, എനിക്ക് നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ചിലർ തൻ്റെ ശരീരത്തിന് ചില പാവങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തവരുണ്ട്. ആമേൻ. പുറത്തു വരുവാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർ എൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഇന്ന് നിന്നെ നോക്കി ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാക്കാൻ വന്ന യേശുവാണ് നിന്നോട് ചോദിക്കുന്നത്. ആമേൻ. നിനക്ക്
ആമേൻ മനസ്സുണ്ടോ? നിൻ്റെ ശബ്ദം നീ ശ്രവിച്ച് ആമേൻ ഒരു തീരുമാനമെടുക്കാൻ നിന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിനക്കൊരു വിടുതലുണ്ടാവും. ഹല്ലേലൂയ. ഇന്ന് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആമേൻ. അവൻ പറഞ്ഞു, അതെ ആമേൻ, 38 വർഷമായി ആമേൻ ഞാനിവിടെ കിടക്കുന്നുണ്ട്. ആമേൻ. അവൻ സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് അവൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. സൗഖ്യമാകാൻ മനസ്സുള്ളതുകൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ എന്നേ പോയേനെന്നറിയാവോ? ആമേൻ. 38 വർഷം ഞാനിവിടെ കിടക്കില്ലായിരുന്നു. 38 വർഷം ആമേൻ ഓരോ വട്ടം ഞാൻ എണീറ്റ് പോകുമ്പോഴും എനിക്ക് മുമ്പേ നടന്നു പോകാൻ പറ്റുന്നവർ, കുറച്ച് ആരോഗ്യമുള്ളവർ, ബലമുള്ളവർ എൻ്റെ മുമ്പേ പോയി ആ കുളത്തിലിറങ്ങുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടും. പലപ്പോഴും ഞാൻ പോകാതിരുന്നിട്ടില്ല. പലപ്പോഴും ഞാൻ അതിൻ്റെ വക്കിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഞാൻ ഇറങ്ങുവാൻ കാല് വെക്കുന്ന സമയത്ത് എനിക്ക് മുമ്പേ ആൾക്കാർ ഇറങ്ങുന്നു. ആമേൻ. ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരുന്നവൻ ആമേൻ ദൈവം തന്നെ ഇറങ്ങി വന്നു. ആമേൻ. നിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, അവനെ പോലെ ഒരു മനസ്സ്. ആമേൻ. ചിലപ്പോൾ നീ ചെയ്യുന്ന ഒരു കാര്യം ആമേൻ ചിലപ്പോൾ ആ ഒരു എൻഡ് സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ ചിലരോട് ഒരാളോട് സംസാരിച്ച ചില ദിവസങ്ങൾ അവൻ ആഗ്രഹിച്ച ഒരു കാര്യം എൻ്റെ എൻഡ് സ്റ്റേജിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ആ കാര്യത്തിന് വേണ്ടി 1 വർഷത്തോളം കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിൻ്റെ എൻഡ് സ്റ്റേജിൽ പ്രാർത്ഥിക്കുന്ന ഒരു എൻഡ് സ്റ്റേജിൽ തനിക്കത് നഷ്ടപ്പെട്ടു പോയി. അത് പറഞ്ഞ് എന്നോട് സംസാരിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം മാത്രമേ ആ വ്യക്തിയോട് പറഞ്ഞുള്ളൂ, ഇതിൻ്റെ പിറകിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 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 തൻ്റെ ജീവിതത്തിൻ്റെ ആ വ്യക്തി ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, എൻ്റെ 1 വർഷത്തെ കഷ്ടപ്പാടാണ്, എൻ്റെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പലരോടും ഞാൻ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. എന്നാൽ 1 സെക്കൻഡ് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. വാവിട്ടത് കരയായിരുന്നു. അമ്മേൻ. ഞാൻ പറഞ്ഞു, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അമ്മേൻ. ഞാൻ ഇത് നടക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. ആ സമയത്ത് ആ സിസ്റ്റർ അമ്മേൻ ഭയങ്കര വേദനയോടെ എന്നോട് പറഞ്ഞു, ദൈവമൊന്നുമില്ല ബ്രദർ, ദൈവത്തിനൊന്നും എന്നെ വേണ്ട, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ ഇന്നെന്നെ വിളിച്ചെന്നോട് പറയുക, ബ്രദർ ഞാനിപ്പം ഓക്കെ ആയി, ദൈവത്തിന് എന്തോ ചിത്തമുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, അതെ, നമുക്കൊരു കഷ്ടത ദൈവം തരുമ്പോൾ അതിന് പുറകിലൊരു ദൈവിക പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞു, ആമേൻ, നിനക്ക് ഇന്ന് വന്ന ഈ കഷ്ടം നീ കാതുകൊണ്ട് ചിലപ്പോൾ ഒരാൾക്ക് വരുവാനിരിക്കുന്നെന്ന് കേൾക്കും. ഇതേ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഒരാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ വ്യക്തിക്ക് ഒരു ആശ്വാസമായി നീ മാറണമെങ്കിൽ ഇന്ന് ആമേൻ നിനക്ക് ഈ കഷ്ടതയിലൂടെ നീ കടന്നു പോകണം. അങ്ങനെ ഞാൻ പറഞ്ഞു, അതിനെ ആ വ്യക്തി ആശ്വസിപ്പിച്ചു. ആ വ്യക്തി സംസാരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആമേൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആമേൻ സംസാരം നിർത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം ആമേൻ ചിലർ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആ ഒരു എൻഡ് സ്റ്റേജിൽ പോയിട്ട് നടന്നില്ല, നഷ്ടപ്പെട്ടു പോയി, എന്തിനാ ദൈവം എന്നെ കൊണ്ടുവന്നത്, എന്തിനാ ദൈവം ഇതുവരെ എന്നെ കൊണ്ടുവരുവാൻ പാടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു തടസ്സമുണ്ടാവുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതിന് പകുതി ചെന്നപ്പോൾ അതിന് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ആ വ്യക്തി പറഞ്ഞതുപോലെ എന്നെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ ചിലപ്പം പറയാം. എന്നാൽ ആമേൻ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിലായിരുന്നു ഈ വ്യക്തി. ആമേൻ ആ എൻഡ് സ്റ്റേജ് വരെ പോയിട്ട് പോലും തനിക്ക് വിടുതൽ കിട്ടില്ല. എന്നാൽ ആമേൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ, അവസാനം വരെ എത്തിയിട്ട് അവൻ ഒരു നന്മ കിട്ടാതെ അവൻ മുടക്കത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് സ്വർഗീയ നന്മകളാകാം, ലോകപരമായ എന്ത് നന്മകൾ തന്നെ ആകാം. അതൊരു ജോലിയാവാം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാര്യമാകാം, അല്ലെങ്കിൽ നിൻ്റെ ഭവനത്തിൻ്റെ എന്തെങ്കിലും ഒരു നല്ലൊരു വിഷയമാകാം. അവൻ അവസാനം വരെ എത്തിയിട്ട് അവൻ മുടങ്ങി കിടക്കുന്നൊരു വിഷയമാണെങ്കിൽ, ഇന്ന് ഞാൻ ഈ വചനത്തിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ രോഗികൾ ആണ് ഈ വ്യവസ്ഥാകുളത്തിൻ്റെ അടിയിൽ കടന്നതല്ലേ, അവിടെയല്ലേ ഈ വ്യക്തിയും കടന്നത്. ആമേൻ. എന്നാൽ ഈ രോഗികളെല്ലാം സൗഖ്യമാക്കിയത് സ്വർഗത്തു നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന്. എന്നാൽ ഈ ഈ വ്യക്തിയെ, ഈ രോഗം പിടിച്ച വ്യക്തിയെ സൗഖ്യമാക്കാൻ ആമേൻ എൻ്റെ യേശുവാ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരെയും സൗഖ്യമാക്കാൻ ആമേൻ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ ആമേൻ ഈ വ്യക്തിയെ സൗഖ്യമാക്കാൻ ആമേൻ യേശു തമ്പുരാൻ ദൂതനെ അയച്ച്, ആമേൻ സൗഖ്യമാക്കാൻ അയക്കുന്ന ദൂതനെ അയച്ച് അവനെ ഉണ്ടാക്കിയ എൻ്റെ യേശുവാ ഡയറക്റ്റ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ നിൻ്റെ പ്രശ്നത്തിന്. ആമേൻ എല്ലാവരുടെയും പ്രശ്നം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല, ചിലർ പറയില്ലേ, ബ്രദർ പലർക്കും സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്, പലർക്കും അത് സിമ്പിളായി രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കഷ്ടമായി നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം. എനിക്ക് കിട്ടിയ പല കാര്യങ്ങളും, ഞാൻ നേടിയ പല കാര്യങ്ങളും എൻ്റെ കൂടെയുള്ളവരൊക്കെ സിമ്പിളായി നേടിയതാണ്,
പക്ഷെ ഞാൻ മാത്രം കഷ്ടപ്പെട്ട്, ഞാൻ മാത്രം വേദനപ്പെട്ട്, ഞാൻ മാത്രം ഒരുപാട് ദുഃഖിച്ചിട്ടൊക്കെ എനിക്കത് കിട്ടിയത്. പക്ഷെ ഓരോ വസ്തു എനിക്ക് കിട്ടുമ്പോഴും അവർക്ക് കിട്ടാത്തൊരു മഹത്വം എനിക്കുണ്ട്. എന്താണെന്നറിയാമോ? അത് ദൈവം എനിക്ക് നേരിട്ട് തന്നതായിട്ട് എനിക്ക് ഫീലാവും. കാരണം ആ ഒരു കാര്യം ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത വഴി കൂടെ എനിക്ക് പലതും ദൈവം എനിക്ക് തന്നത്. മേൻ ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ തകർന്നിരിക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആമേൻ, നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ എൻ്റെ യേശു ഇറങ്ങി വരും. ആമേൻ. പലർക്കും ദൂതന്മാരെ വിട്ടും ആമേൻ പ്രവാചകന്മാരെ വിട്ടും ആമേൻ സ്തോത്ര ഹല്ലേലൂയ അനുഗ്രഹം നൽകിയപ്പോൾ നിന്റെ ഇന്നത്തെ വിഷയത്തിന് എൻ്റെ യേശു ഡയറക്റ്റായിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദുഃഖത്തോടെ ഇരിക്കുമോ, ഈ കഷ്ടതയുടെ പ്രയാസ നടുവിൽ, വേദന നടുവിൽ, എന്ത് നടുവിലിരുന്നാലും ആമേൻ അതിൻ്റെ നടുവിൽ എൻ്റെ യേശു ഇറങ്ങി വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓർക്കണമേ, ആമേൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആമേൻ യോഹന്നാൻ 5:14 യേശു അവനോടൊരു കാര്യം പറഞ്ഞു. അവൻ സൗഖ്യമായി എണീറ്റ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ ചാടി എണീറ്റ് നടന്നു. അവൻ വിടുതൽ പ്രാപിച്ചു. എന്നിട്ട് അവനോട് യേശു അവസാനമായി ഒരു കാര്യം പറഞ്ഞു. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. അത് 14 ഇങ്ങനെ പറയുന്നുണ്ട്, അധികം തിന്മ ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ആമേൻ. എന്ന് വെച്ചാൽ നിനക്ക് ഈ രോഗം വരാനൊരു കാരണം പാവം കൂടിയാണ്. ആമേൻ. പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗം വന്നത്. ആമേൻ. എന്നാൽ ഇനി അധികം തിന്മ വരാതിരിക്കാൻ ആമേൻ നീ ഇനി പാപം ചെയ്യരുത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, മകനെ, മകളെ, ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി നീ പാപം ചെയ്യരുത്. നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുന്നു. ഇന്ന് യേശു നിന്നെ നോക്കി. ആമേൻ. യേശു നിൻ്റെ അടുത്ത് വന്നു. മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും, അതെ, എനിക്ക് മനസ്സുണ്ട്. എനിക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ മനസ്സുണ്ട്. എനിക്കൊരു വിടുതലിന് വേണ്ടി മനസ്സുണ്ട്. എനിക്ക് എൻ്റെ രോഗം മാറാൻ എനിക്ക് മനസ്സുണ്ട്. ആമേൻ. എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. ആമേൻ. അതിനുവേണ്ടി ആമേൻ ഞാൻ മാറാൻ മനസ്സുണ്ട്. ഈ പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ എനിക്ക് മനസ്സുണ്ട്. ഇന്നൊരു ആമേൻ ഒരു സമർപ്പണം ഇന്ന് പകൽക്കാലം നീ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുവാൻ, ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ നിന്നെ തേടി വരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, വിശ്വാസിയെ, നിൻ്റെ ജീവിതത്തിൽ കഷ്ടത വരികയാണെങ്കിൽ, പ്രയാസം വരികയാണെങ്കിൽ നീ തകർന്നു പോവല്ലേ. ആമേൻ. നീ ദുഃഖിക്കരുത്. ആമേൻ. അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരിക്കലും നീ ആമേൻ അതിൽ നശിച്ചു പോകില്ല. ആമേൻ. ചില സമയത്തും ഭയം എന്നെ ആമേൻ ഭരിക്കുന്ന സമയങ്ങളുണ്ട്. ഞാൻ മനുഷ്യനാണ്. എൻ്റെ ശരീരം ഈ മണ്ണിനോട് ചേരുന്നൊരു ശരീരമാണ്. ഈ മണ്ണെന്നെടുത്ത ശരീരമാണ്. ആമേൻ. ഈ ശരീരത്തിൽ ചില സമയത്ത് ഭയത്തിൻ്റെ ആമേൻ ആമേൻ തോന്നലുകളും ഭയത്തിൻ്റെ അവസ്ഥകളും വരാം. ആമേൻ. എന്നാൽ അവിടെയെല്ലാം നീ തകർന്നു പോകരുത്. എനിക്കങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് ദൈവത്തിൻ്റെ മുട്ടിന്മേൽ ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴാറുണ്ട്. ആമേൻ. ഞാൻ വചനം വായിക്കും, പ്രാർത്ഥിക്കും. എനിക്ക് പ്രതികൂലങ്ങളും കഷ്ടതകളും വരുമ്പോൾ ഞാൻ ദൈവത്തിനടുത്ത് പോയിരിക്കാറുണ്ട്, കരയാറുണ്ട്, ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ശബ്ദം കേൾക്കാറുണ്ട്. ആമേൻ. വചനം എൻ്റെ ഹൃദയത്തിൽ മന്ത്രിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ആമേൻ. വചനം താങ്ങി നിർത്തുന്നത്. ദൈവം സംസാരിക്കുമെന്നേ, ദൈവം ഇടപെടുമെന്നേ. നിൻ്റെ പ്രശ്നത്തിന് എന്തു തന്നെയായിരുന്നാലും അത് ദൈവത്തിൻ്റെ സന്നിധി ഏൽപ്പിച്ചാൽ മതി. ആമേൻ. ഇന്ന് തീർച്ചയായിട്ടും ദൈവം നിനക്കൊരു വിടുതൽ തരും. ഇന്ന് ഈ വ്യക്തിക്കൊരു വിടുതൽ ദൈവം കൊടുത്തത് ആമേൻ സത്യമായി നടന്നൊരു കാര്യം ആണ്. അതുപോലെ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായി ഒരു വിടുതൽ കിട്ടും. ഇനി നീ പാപം ചെയ്യരുത്. ആമേൻ. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ശരീരം മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എൻ്റെ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് ആമേൻ നിന്നെയും എന്നെയും നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ്. ആമേൻ. ഇനി നീ തിന്മ ചെയ്യാതിരുന്നാൽ, ഇനി നീ പാപം ചെയ്യാതിരുന്നാൽ ആമേൻ നിനക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പാപം ചെയ്താലും അക്രമം ചെയ്താലും അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക. ആമേൻ. അറിയാതെ ഈ ശരീരം ചില സമയത്ത് തെറ്റ് ചെയ്യാം, ചില സമയത്ത് പാപം ചെയ്യാം, ചില സമയത്ത് ദേഷ്യപ്പെടാം, ചില സമയത്ത് വായിൽ തോന്നിയത് വിളിച്ചു പറയാം. എന്നാൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ആമേൻ. ചില സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഒരു തോന്നൽ, ദൈവമേ എന്നോട് ക്ഷമിച്ചേക്ക്, ഞാൻ പെട്ടെന്ന് അറിയാതെ ദേഷ്യപ്പെട്ടു. ആമേൻ. ഇന്ന് പകൽക്കാലം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് താഴ്ന്നു കിടക്കാതെ അവിടെ നിന്ന് എണീറ്റ് വരുവാൻ മനസ്സ് കാണിക്കുക, ഒരു സമർപ്പിക്കുക. ആമേൻ. അതേ പറ ദൈവത്തോട്, എനിക്ക് മനസ്സുണ്ട്, എൻ്റെ അവസ്ഥ മാറുവാൻ മനസ്സുണ്ട്. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെയായിരുന്നാലും ദൈവം അതിന് നിനക്കൊരു മറുപടിയായി ആമേൻ അവൻ ഇറങ്ങി വരും. ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങനെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. അപ്പോൾ കഷ്ടതയിലും പ്രയാസങ്ങളിലായിരിക്കുന്ന ജനത്തിന് അങ്ങനെ കരങ്ങൾ തരുന്നു. അവർക്ക് ഈ വചനം പ്രയോജനപ്പെടട്ടെ. എനിക്ക് പ്രയോജനപ്പെട്ട പോലെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുന്നു. പ്രാർത്ഥനയുടെ പിതാവേ, ആമേൻ.